പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ്റെ നിറവായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഇന്ന് നാം ആഘോഷിക്കും. ജപമാല പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന നാം പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന മാലാഖമ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യാമറിയത്തെ വിളിച്ചതാണ്. ആ വചനങ്ങളാണ് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഓരോ ജപമാലയുടെ രഹസ്യങ്ങളും നാം അവസാനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും ലഭിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാല പ്രാർത്ഥന കൊണ്ട് കുരിശുയുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നേടിയത് ജപമാല പ്രാർത്ഥന വഴിയായിട്ട്. വിശുദ്ധ ഡൊമിനിക്ക് 13-ാം നൂറ്റാണ്ടിൽ ജപമാലയ്ക്ക് തുടക്കമിട്ടു. ലിയോ 13-ാമൻ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. ജപമാല ചെല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ലെന്ന് നമ്മെ ഓർമ്മിക്കും. പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുത്തിടത്തെല്ലാം ജപമാല ചെല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ ജപമാല മാസത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശക്തമായ ഒരായുധമാണ് ജപമാല. ഏത് പ്രതിസന്ധിയിലും ജപമാല പ്രാർത്ഥന ചെല്ലുവാനും ആ പ്രാർത്ഥന വഴിയായി വിജയം നേടുവാനും നമുക്ക് സാധിക്കും. നമുക്കെതിരെ ഒരു തിന്മയുടെ ശക്തികളും പ്രവർത്തിക്കില്ല എന്ന ഉറപ്പാണ് ഈ പ്രാർത്ഥന. പരിശുദ്ധ കന്യാമറിയം തൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലെത്തിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ജപമാല. ഈ ജപമാല മാസത്തിൽ പ്രത്യേകമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമുക്കോരോരുത്തർക്കും ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ എല്ലാ കൃപകളെയും നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവിന് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതമാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നന്മ നിറഞ്ഞമേ എന്ന പ്രാർത്ഥനയുടെ അവസാനം നാം ഇതാണ് ഓർക്കുക. അമ്മയുടെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷം ലഭിക്കുവാൻ ഈ ജപമാല മാസത്തിൽ ഭക്തിയോടുകൂടി ഈ ജപമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ലഭിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കും. പരിശുദ്ധ അമ്മയോടുകൂടി ഞാൻ അർപ്പിച്ച പ്രാർത്ഥനകൾ വഴി എൻ്റെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും എൻ്റെ തകർച്ചകൾക്ക് ഉത്തരം നൽകുകയും ഞാനിന്ന് അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ വാങ്ങിത്തരികയും ചെയ്യാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.